ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, നമ്മൾ ഇന്ന് വീണ്ടും വന്നിട്ടുണ്ട് എഫ് സി മൊബൈലിലേക്ക്. സോ ഗൈസ്, ഇന്ന് നമ്മൾ എഫ് സി മൊബൈലിൽ റോഡ് ടു ഗ്ലോറി എപ്പിസോഡ് 116 ഓവിയാനാണ് ഗൈസ്. നമ്മൾ മാക്സിമം എത്ര എപ്പിസോഡ് പോകുന്നതാണ് നമ്മുടെ നോക്കൽ 116 OVR ആവാൻ. സോ നമ്മൾ ഈ പുതിയ കൊനാബോൾ കോൺമെബോൾ ലിബർട്ടാഡോറസ് അങ്ങനെ കണ്ടൊക്കെയാണ്. സോ അത് നമ്മൾ പുതിയ ഇവൻ്റൊക്കെ വന്നുകൊണ്ട് നമുക്ക് വായിൽ നിന്ന് കിട്ടുള്ള ആനിവേഴ്സറി ഇവൻ്റ് കഴിയാറായി ഗൈസ്. ദിസ് ഈസ് ലാസ്റ്റ് വീക്ക് ഐ തിങ്ക്. സോ എനിക്ക് എൻ്റെ കുറച്ച് ഷാർട്ട്സൊക്കെ ഇരിപ്പുണ്ട്. സോ ആ ഷാർട്ട്സ് അനുസരിച്ച് കുറച്ച് പ്ലേയേഴ്സിനൊക്കെ മേടിക്കാനൊക്കെ ഉണ്ട്. സോ 450 താനെയാണ് കഴിച്ച് ഞാൻ മേടിക്കാൻ പോകുന്നത് സെൻറ്റർ ബാക്കായിട്ട്. സോ എനിക്ക് താനെ മേടിക്കാനുള്ള കുറേ സംഭവങ്ങൾ ചെയ്യാനുണ്ട്. സോ നമ്മൾ ഒരു ചെറിയൊരു മാച്ച് പോലെയാണ് കഴിച്ച് ഇതിൻ്റെ അകത്തുള്ളത്. ഞാൻ പാൾമിറാസാണ് ടീം എടുത്തിരിക്കുന്നത്. കാരണം പാൾമിറാസ് ക്ലബ് വേൾഡ് കപ്പൊക്കെ കയറിയത് ഞാൻ കണ്ടിട്ടുണ്ടായി. എനിക്ക് വലിയ ഫുട്ബോൾ നോളജൊന്നും ഇല്ല ഗൈസ്. പാൾമിറാസ് അങ്ങനെ കണ്ടും പറഞ്ഞൊരു ടീമാണ്. ഇത് ബ്രസീലിയൻ ടീമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബ്രസീലിയൻ ടീം പാൾമിറാസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇത് സൗത്ത് അമേരിക്കയിൽ നടക്കുന്ന വല്ല ലീഗും ആയിരിക്കും ഗൈസ്. അത് അങ്ങനെ അവന് ചാൻസ് ഉള്ളൂ. എനിക്ക് വലിയ ഇതൊന്നും അറിയില്ല ഇതിനെക്കുറിച്ച്. സൗത്ത് അമേരിക്കയിൽ വല്ലതും നടക്കുന്ന ഒരു ലീഗായിരിക്കും ഇത്. സോ നമുക്ക് എന്തായാലും ഇങ്ങനത്തെ മാച്ചൊക്കെ കളിക്കണം ഗൈസ്. സോ കളിച്ച് കഴിയുമ്പോൾ റിവാർഡ്സൊക്കെ കിട്ടും. ആ റിവാർഡ്സൊക്കെ നമുക്ക് മേടിക്കാനൊക്കെ ഉള്ളതാണ്. ഈ ഒരു മാച്ച് മാത്രം നിങ്ങളെ കാണിക്കും. അടുത്ത മാച്ച് ഞാൻ ഔട്ട് ഓഫ് റെക്കോർഡിങ്ങിലൂടെ ആയിരിക്കും ഞാൻ കളിക്കുക. കാരണം എല്ലാ മാച്ചും കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ബോറടി ഉണ്ടാവും. സോ അത് മാറ്റാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. സോ അടിക്കാ എന്തോ സ്ലൈഡ് ചെയ്ത് കളഞ്ഞ ഒന്നും അറിയില്ല ഗൈസ്, എന്ത് ചെയ്യാനാ. അയ്യോ എടുക്ക്. അത്രേ ഉള്ളൂ. അങ്ങോട്ട് പോ. ഇതൊക്കെ ഈസി ആവേണ്ടതാണ്. അതെങ്ങനെ ഓ എടുക്കെടുക്ക്. അത് പോയി ഗൈസ് നമുക്ക് കിട്ടൂല. അത് അവരുടെ ത്രോ ആവും ഉറപ്പാണ്. പറഞ്ഞില്ലേ ഇവിടെ ആളൊക്കെ ഉണ്ടായാ ഞാൻ ഇത് കണ്ടതും കൂടിയില്ല ഗൈസ്. സോ ക്ലൗഡി കോയിൻറ ഉബി അയ്യോ എയ്ഡ് കയറി വന്നു ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് ജയിക്കാം ഗൈസ്. ഞാൻ വലിയ പ്രൊഫഷണൽ ഗെയിമറൊന്നുമല്ല. പാസ് കൊടുക്കാൻ പറയുമ്പോൾ ഇങ്ങോട്ടൊക്കെ ചെയ്യണേ. കോർണേജോ രണ്ടുപേരുടെ ഇടയിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ വിട്ടടിച്ചോ. ഓക്കെ ഇവിടെ എയ്ഡ് പറ്റിച്ചേ ഗൈസ്. ദിസ് ഈസ് റിഗ് ബ്രോ, ദിസ് ഈസ് റിഗ്. ഇതിൻ്റെ അകത്ത് ഡ്രോ പോലും ആവാൻ പാടില്ല ഗൈസ്. മറ്റേതൊക്കെ ആയിരുന്നെങ്കിൽ ഡ്രോ ആയ എക്സ്ട്രാ ടൈമിലോട്ട് പോകും. ഇതിൻ്റെ അകത്ത് ഡ്രോ പോലും ഔട്ടാണ് ഗൈസ്. ദിസ് ഈസ് അവർ ലാസ്റ്റ് ചാൻസ് ഐ തിങ്ക്. സോ ഫൗൾ. എന്താണിത്? ഫൗളല്ലേ ഇത് ഗൈസ്. കളി തീർന്നു. സോ നമ്മൾ ഡ്രോ ആയത്. സോ നമ്മൾ തോറ്റുണ്ട്. കുഴപ്പമില്ല, അടുത്ത മാച്ച് നമ്മൾ പിടിക്കും ഗൈസ്. സോ ഈ 2 മാച്ചൊന്ന് ഞാൻ കളിക്കട്ടെ. അങ്ങനെ ഗൈസ്, നമ്മൾ ആ മാച്ച് ജയിച്ചിട്ടുണ്ട്. 1-0 നമ്മൾ ഡ്രോ ആയ മാച്ച്. ഇത് ശേഷമുള്ള മാച്ച് നമ്മൾ ജയിച്ചതിൽ സക്സസ് ആണ്. കുഴപ്പമില്ല. സോ അതിനെന്തോ ഒരു റിവാർഡ് കിട്ടും ഗൈസ്, അതെനിക്ക് ഉറപ്പാണ്. ബ്രസീലോ ഐക്കോൺ സംതിങ് അതൊക്കെ കിട്ടും. സോ ഞാൻ കൊടുക്കാൻ പോകുന്നത് ബ്രസീലാണ്. ഐക്കോണാണ്. യെസ്, ഐക്കോണാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. കാരണം
ബ്രസീലില് ഗൈസ് ഞാൻ കൊടുക്കാൻ പോകുന്നത് ബ്രസീലാണ് ഗൈസ്. പേലെ, ഐ വാണ്ട് പേലെ ബ്രോ, പേലെ ദി ലെജൻഡ് പേലെ ബ്രോ. കിട്ടിയാൽ മതിയായിരുന്നു, എന്തെങ്കിലൊക്കെ കിട്ടും 105-ൻ്റെ. സോ ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് പെലെയാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. ഐ ആം സോ ഹാപ്പി ബ്രോ. കാരണം 105-ൻ്റെ പെലെ എന്ന് പറയുന്നത് ഐക്കോണിക്കാണ് ഗൈസ്, ഐക്കോണിക് പ്ലെയർ. എനിക്ക് അത്ര പറയാനുള്ളൂ. ഐക്കോണിക് പ്ലെയർ എന്ന് വെച്ചാൽ അമ്മൊരു ഐക്കോണിക് പ്ലെയറാണ് പെലെ. സോ നമുക്ക് എന്തായാലും രണ്ടാമത്തെ മാച്ചും കളിക്കാം. എങ്ങനെയാവുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഫ്ലെമിംഗോണ് എടുക്കുന്നത്. കാരണം എനിക്ക് ആകെ അറിയാവുന്ന 2 ടീമെന്ന് പറയുന്നത് പാൽമിറാസും ഫ്ലെമിംഗോണ്. സോ ആ ടീമല്ലാണ്ട് ഞാൻ വേറെ ഏത് ടീം എടുക്കാനാണ്. സോ ഗൈസ് ആ മാച്ചും കൂടി കളിക്കട്ടെ. സോ ഗൈസ് നമ്മൾ അതും കൂടി തീർത്തുണ്ട്. സോ നമ്മൾ അടുത്ത പാക്ക് കൊടുക്കാൻ പോവാണ്. കൂടെ എൻ്റെ കൂട്ടുകാരൻ കൂടി വന്നിട്ടുണ്ട് ഗൈസ്. സോ എന്തായാലും നമ്മൾ ആ മാച്ചും കൂടി തീർത്തിട്ടുണ്ട്. സോ ഞാൻ ബ്രസീലിയൻ പാക്ക് തന്നെയാണ് ഗൈസ് തുറക്കാൻ പോകുന്നത്. എങ്ങാനും പെലേനെ 2 പ്രാവശ്യം അല്ലെങ്കിൽ കഫുവിനെ കിട്ടിക്കഴിഞ്ഞാൽ ഐ ആം സോ ഹാപ്പി ബ്രോ. ഐ ആം വെരി കഫു മാൻ. ലെറ്റ്സ് ഗൈസ് എന്തായിരിക്കും നമുക്ക് കിട്ടുക? കഫു, ലെറ്റ്സ് ഗോ. നമ്മൾ എക്സ്പെക്ട് ചെയ്യണത് തന്നെയാണ് നമുക്ക് വീണ്ടും കിട്ടുന്നത്. ഇപ്പെന്താ 2000 ജെംസ് വേണോ, ഈ പാക്ക് വേണോ, 50 ഷാർട്സ്. സോ നമ്മൾ ആ മാച്ചൊക്കെ തീർത്തു. 2000 ജെംസ് എടുത്തു. നമ്മൾ ഇനി ഒരു പാക്ക് ഓർക്കും ഗൈസ്. പാക്കിൽ എന്ത് കിട്ടും നമുക്ക്? I survived 99 nights longer than this guy 99 nights in the forest. Actually. ഗൈസ് നമ്മൾ തുറക്കാൻ പോകുന്നത് ഇതിൻ്റെ പാക്കാണ് ഗൈസ്. ആനിവേഴ്സറി അല്ലാണ്ട് ഇതിൻ്റെ പാക്കാണ് നമ്മൾ തുറക്കാൻ പോകുന്നത്. ആനിവേഴ്സറി പാക്ക് ഓക്കെ ആണ്, പക്ഷേ ഈ പാക്ക് എനിക്ക് എന്തോ ഒരു ഫീൽ. എന്തായാലും തുറന്നു നോക്കാം ഗൈസ് എന്തായിരിക്കും കിട്ടാമെന്നൊന്നും എനിക്കറിയില്ല. എങ്ങാനും സിക്കോനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സീനായിരിക്കും ഗൈസ്. സിക്കോ ഇതിന്ന് എനിക്ക് സിക്കോനെ കിട്ടും. ഗൈസ് ഒരു വാക്കൗട്ട് പോലും കിട്ടിയില്ല. വേസ്റ്റ് പ്ലെയർ എവർ ഗൈസ്. 50 ഷാർട്സ് എടുത്തായിരുന്നു. പൊട്ടത്തിനും കാട്ടി ഗൈസ്. അത് കുഴപ്പമില്ല, നമുക്ക് റോഡ് ടു ഗ്ലോറി ആണ് ഗൈസ്. സോ പാക്കിനൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് റാങ്ക് അപ്പ് ചെയ്യാനുള്ള ജെംസ് അല്ല, റാങ്ക് അപ്പ് ചെയ്യാനുള്ള സാധനങ്ങളാണ് ഗൈസ് വേണ്ടത്. മിലങ്കോവിച്ച് സാവിച്ച് ഗുണ്ടർ. ഇന്ന് രാത്രി നമ്മളൊരു 99 നൈറ്റ്സിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. സോ എല്ലാവരും സ്റ്റേ ട്യൂൺ ആൻഡ് വാച്ച് ദാറ്റ് വീഡിയോ. സോ നമ്മുടെ കയ്യിൽ 610 ഉണ്ട് ഗൈസ്. Bro, have you ever tried? Have you ever tried just going at a player, let him take the ball, and then once he takes the ball, trick him, let him take the ball, then take the ball, then he will think that he still has the ball. I did that trick and it worked. സെൻട്രൽ ബാക്ക് എന്തായാലും മാറ്റാൻ പോവാണ് ഗൈസ്. അപ്പോൾ സെൻട്രൽ ബാക്കിന് എനിക്ക് റാങ്ക് അപ്പ് ചെയ്യാൻ വലിയ താല്പര്യമില്ല. നമുക്ക് എന്തായാലും സെൻട്രൽ ബാക്ക് തന്നെ റാങ്ക് അപ്പ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. എനിക്കറിയില്ല. മിലങ്കോവിച്ച് സാവിച്ചിനെ റാങ്ക് അപ്പ് ചെയ്യാം ഗൈസ്. അതായിരിക്കും ബുദ്ധി എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. റാങ്ക് അപ്പ് ചെയ്തിട്ടുണ്ട്. 114 ആക്കിയിട്ടുണ്ട് ഗൈസ് മിലങ്കോവിച്ച് സാവിച്ചിനെ. ഷോട്ട് സ്റ്റോപ്പർ Guys, so 114 Milankovic Savic. Guys, today one thing. If you want me to become a YouTuber, comment down below. If you want me to become a YouTuber. Okay guys, എല്ലാവരും കമൻറ്റ് ചെയ്യുക അവൻ യൂട്യൂബർ ആവണോ വേണ്ടയോ എന്ന്. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.